ആ കുട്ടി പ്രതിയാണ്. ആ കുട്ടി കൊടുത്ത കൊട്ടേഷനാണ് സിദ്ധാർത്ഥനെ കൊന്നിരിക്കുന്നത്. ആ കുട്ടി ഈ അവന്റെ ക്ലാസ്സിൽ തന്നെ 5 കുട്ടികളും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇത് പൂർണ്ണമായും ഒരു കൊട്ടേഷനാണ്. അപ്പൊ ആൾക്കൂട്ട കൊലപാതകമാണ് യഥാർത്ഥത്തിൽ ആൾക്കൂട്ട കൊലപാതകം. ശ്രീ ഷിബു, താങ്കൾ ഉൾപ്പെടെ സിദ്ധാർത്ഥന്റെ ബന്ധുത്വത്തിൽ പറഞ്ഞതാണ് ഡീനെ സസ്പെൻഡ് ചെയ്യണം, ഡീനെ പ്രതിഷേധം. അതുപോലെ തന്നെ ഇന്നലെ ഗവർണർ ഡീനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചൊരു കാര്യമാണ്, ഡീനാണ് ഇതിലെ പ്രധാന കക്ഷി. അദ്ദേഹത്തെ അറിയാതെ അവിടെ ഒരു കാര്യവും നടക്കൂല. അപ്പൊ ഇവൻ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകമാണെന്ന് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു. അതിന് പൂർണ്ണമായ പങ്കാളി ഡീനാണെന്നും പറഞ്ഞു. അപ്പൊ ഡീനിനെ മാറ്റി നിർത്തിയാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഡീനിനെ അതിനകത്ത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ശക്തമായി വാദിക്കുകയും അത് ഇന്നലെ സംഭവിച്ചു. ഡീനിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടെ ഞങ്ങൾ ഉന്നയിച്ച ഒരാളാണ് കാന്തനാഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു. പക്ഷെ അതിൽ തീർന്നില്ല. ഇവർ രണ്ടുപേരും പ്രതികളാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. ഈ കൊലപാതകത്തിനെ ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി പ്രധാന SFI ഭാരവാഹികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ്. അവരെ പ്രതി ചേർക്കണം. അതിന് ഞങ്ങൾ ഇനി ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ അതിനോടൊപ്പം നമുക്ക് ഈ ഇതിന് പരാതിപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഇപ്പൊ തന്നെ പോലീസ് ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ പെൺകുട്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ സിദ്ധാർത്ഥന്റെ? തീർച്ചയായിട്ടും. കാരണം ഒരു പെൺകുട്ടി ആണ് അവിടെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അവനെതിരെ ഒരു പരാതി കൊടുത്തു എന്ന് പറയണം. അത് അവൻ മരിച്ചതിന് ശേഷം. ഞാൻ ചോദിച്ചോട്ടെ, അന്ന് പെൺകുട്ടി ഇല്ല, വേജ പരാതിയാണെങ്കിലോ, അത് ഒരു വേജ പേര് വെച്ച് കൊടുത്താണെങ്കിലോ? അതെ, അങ്ങനെ എന്താവട്ടെ, ഒരു പരാതി വന്നിട്ടുണ്ടോ ഒരു ആ കുട്ടിയുടെ പേര് അത് ഒരു സെക്കൻഡ്, കുട്ടിയുടെ പേര് എനിക്കറിയാം. കുട്ടിയുടെ പേരെന്ന് പറയുന്നത് ബിൻസിയ എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു പരാതി പോയിരിക്കുന്നത്. ആ പരാതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, അഡ്മിഷൻ നമ്പർ 225 22 ബാച്ച്, അതായത് സിദ്ധാർത്ഥന്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പം ഈ ബിൻസി എന്ന് പറയുന്ന കുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ചോദിച്ചില്ല. പക്ഷെ അവര് റെക്കോർഡ് കൃത്യമായിട്ട് ആ കുട്ടിയുടെ പേര് പറയുന്നുണ്ടല്ലോ. അക്കൗണ്ട് 225 എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. അഡ്മിഷൻ നമ്പറും ബെൻസിയ എന്നുള്ള പേരും ഉള്ള കുട്ടിയെ, അവന്റെ ക്ലാസ്സിലെ കുട്ടിയാണല്ലോ, 22 ബാച്ചിലുള്ള കുട്ടിയാണല്ലോ. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പരാതി രജിസ്റ്റർ ചെയ്ത് അവര് അന്വേഷണം നടത്തി. അവര് 26-ാം തീയതി 6 or 7 അധ്യാപകരും ഇതിലൊരു പ്രതിയും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ചർച്ച ചെയ്തു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി പ്രതിയാണ്. ആ കുട്ടി കൊടുത്ത കൊട്ടേഷനാണ് സിദ്ധാർത്ഥനെ കൊന്നിരിക്കുന്നത്. ആ കുട്ടി അവന്റെ ക്ലാസ്സിൽ തന്നെ 5 കുട്ടികളും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇത് പൂർണ്ണമായും ഒരു കൊട്ടേഷനാണ്. അപ്പൊ ആൾക്കൂട്ട കൊലപാതകമാണ് യഥാർത്ഥത്തിൽ ആൾക്കൂട്ട കൊലപാതകം. ഇവരെല്ലാരും കൂടെ ചേർന്ന് അതിന് SFIയുടെ ഭാരവാഹികൾ, SFI അംഗങ്ങൾ, പിന്നെ ഈ കുട്ടികൾ, ഇവരെല്ലാരും ചേർന്നുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പം വ്യക്തമാണ് അതിലെ പ്രതിയായിട്ട് വരേണ്ടത് ഈ പെൺകുട്ടി ബിൻസിയാണ്. അത് ഉന്നത സ്ഥലങ്ങളിൽ ബന്ധമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ആ കുട്ടി വെളിയിൽ വരാത്തത്. അപ്പൊ ആ കുട്ടിയെ നമുക്ക് നിർബന്ധമായി പ്രതി ചേർത്ത് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയാലേ ബാക്കിയുള്ള പാർട്ടിപരമായിട്ടാണോ ബന്ധമുള്ളത്, മറ്റെന്തെങ്കിലും തരത്തിലാണ്? ഉദ്യോഗതലത്തിലും പാർട്ടി തലത്തിലും ബന്ധമുണ്ട്. അല്ല, പോലീസ് തലത്തില് ആണ് ബന്ധമുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവര് ഏതോ ഒരു പോലീസിന്റെ വകുപ്പില് സ്റ്റാഫാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് ആ കുട്ടിയെ ഇപ്പൊ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. കുട്ടി സ്റ്റാഫ് എന്നാണ് പറയുന്നത് പോലീസ്? കുട്ടിയുടെ അമ്മ. ഓക്കെ. അതുപോലെ ശ്രീ മറ്റൊരു കാര്യം, റിമാൻഡ് റിപ്പോർട്ടിൽ സിദ്ധാർത്ഥ് മരിച്ചത് 18-ാം തീയതി 12:30 1:30 മരിക്കാം. FIR പറയുന്നത് വെച്ചാൽ 18-ാം തീയതി 4:21 സ്റ്റേഷനിൽ ഇറങ്ങി. പക്ഷെ 1:30 സിദ്ധാർത്ഥിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ആംബുലൻസ് ആരാണ് വിളിച്ചിറങ്ങി? പോലീസ് പറയും ഒരിക്കലും ആംബുലൻസ് അവിടെ വരാൻ പാടില്ലല്ലോ. ഇല്ല, പോലീസ് അല്ലല്ലോ വിളിച്ചത്. അവിടെ നമ്മൾ അറിയുന്നത് മരണപ്പെട്ട ഉടനെ ഡീനാണ് ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. ഡീനാണ് പോയിട്ട് ഈ കുട്ടിയെ അവിടുന്ന് എടുത്ത് മാറ്റിയതും ആംബുലൻസ് വിളിച്ചതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും എല്ലാം ഡീനാണ്. ഡീന് വീട്ടിൽ മാത്രം ഞങ്ങളെ മാത്രം വിളിച്ചറിയിച്ചില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഡീനാണ്. അപ്പം ഈ ആംബുലൻസ് അവിടെ വന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഇവര് ആദ്യം ഇവനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലാക്കി ഇവരെല്ലാം സേഫ് ആക്കി റൂമും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് പോലീസിന് ഇൻഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 4:30 ആയത്. പോലീസ് വന്നതിന് ശേഷമാണ് റൂം പൂട്ടിയതും മറ്റേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്.
അപ്പം അവര് പ്രാഥമിക നിഗമനം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് അതല്ലേ പറയുന്ന സ്പഷ്ടമായിട്ട് ഡീൻ ഇതിൽ അംഗമുണ്ടെന്ന്, കാരണം ബന്ധമുണ്ടെന്ന്. ഇതില് 4:30 നിങ്ങളിപ്പോ പറഞ്ഞു, അതാണ് സംഭവം നടന്ന് നമ്മൾ അറിയുന്ന 2:20-നാണ്. 2:20 ഞാൻ അറിഞ്ഞു, തിരുവനന്തപുരത്തുള്ള ഞാൻ അറിഞ്ഞു 2:20 സിദ്ധാർത്ഥൻ മരണപ്പെട്ടു എന്ന്. എങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ 4:15 എന്ന് അവർ പറയുന്നത്? എഫ്ഐആറിലാണ് സോറി, എഫ്ഐആറിൽ 4. അപ്പം 2:20 ഞാൻ അറിഞ്ഞത് കേസ് എഫ്ഐആറിൽ 4:29 ആണെങ്കിൽ അയാൾ കള്ളനല്ലേ? എസ് ഐ കള്ളനാണ്. സ്റ്റേഷനിൽ 4:29 അറിയിഞ്ഞോളൂ അവര്. അതറിഞ്ഞൂടാ. എന്തായാലും അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടോന്ന് പോലീസ് വകുപ്പ് അന്വേഷിക്കണം. ഐയും ഡീനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. സുരേഷ്, ഇപ്പൊ മറ്റൊരു കാര്യം, ഇത്രയും പ്രതികളോ, അത് 16ഓളം പ്രതികളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അത്രയും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വേറൊരു 18 പ്രതികൾ, ഇനി വേറെ ഏതെങ്കിലും ഏജൻസിയുടെ അന്വേഷണം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ ഈ കേരള പോലീസ്? ഈ പോക്കാണെങ്കിൽ, ഇത്തരത്തിലാണ് ഇതിന്റെ പോക്കാണെങ്കിൽ, കാരണം ഞങ്ങൾക്ക് പല ആളുകളും വിളിച്ചു പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് ഇതിന്റെ തെളിവുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. തെളിവ്, ഒന്നാമത്തെ കാര്യം, അവര് കോളേജിന്റെ ഹോസ്റ്റൽ യവനെ അടിച്ച് അവശലാക്കി കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന ആ റൂം കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതേപോലെ അവര് ബാത്റൂമിനകത്ത് 2 SFI പിള്ളേർ കയറി നിന്നിട്ട് കുറ്റിയിടുകയും മറ്റുള്ള 2 പേര് ചവിട്ടി തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആത്മഹത്യയല്ല കൊലപാതകം എന്ന് പറയുന്നത്. അപ്പൊ ആ കഴുകി വൃത്തിയാക്കി മുഴുവൻ തെളിവുകളും നശിപ്പിച്ചിട്ടുണ്ട്. അവര് എല്ലാവരും പഠിക്കുന്ന പ്രൊഫഷണലേഴ്സാണ്, ഡോക്ടേഴ്സാണ്. അവർക്ക് അറിയാം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസിന് ഇൻഫോം ചെയ്തിട്ടുള്ളത്. അതിന് ചുക്കാൻ പിടിച്ചത് കാന്തനാഥനും ഈ ഡീനുമാണ്. അതോടൊപ്പം SFIയിലെ ഭാരവാഹികൾ അതെ, അല്ല, കാന്തനാഥനും ഡീനും പോയിട്ട് നമ്മൾ ആ 1-ാം പ്രതിയായ ആ പെൺകുട്ടിയും പ്രതി ചേർത്തു. ബിൻസിയ 2022 ബാച്ച് അഡ്മിഷൻ നമ്പർ 225 ബിൻസിയ. അതോടൊപ്പം ഒരു കാര്യമുണ്ട്, സിദ്ധാർത്ഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അക്ഷയ് അറിയാതെ അവിടെ ഒരു കാര്യവും നടക്കൂല. അക്ഷയാണ് സിദ്ധാർത്ഥന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അക്ഷയാണ്. അപ്പൊ അക്ഷയിനൊക്കെ അറിയാം സിദ്ധാർത്ഥന് എന്ത് സംഭവിച്ചു എന്ന്. ഇതുവരെ ആരും അക്ഷയെ ചോദ്യം ചെയ്തതായിട്ട് കാണുന്നില്ല. ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ അത് പറയുന്നുണ്ട് പോലീസ്. പക്ഷെ അത് അല്പം ഗൗരവത്തോടു കൂടി അവനെ പരിഗണിക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. എന്നാൽ മാത്രമേ ഈ വിവരങ്ങൾ പുറത്തു വരുവുള്ളൂ. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അക്ഷയ്. നന്ദി. ശരി. എന്തോന്ന്